Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassallallahu ala nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഹുദൻ ലിൽ മുത്തഖീൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ആയത്താണ്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. രണ്ട് രീതിയിലുള്ള ഖിറാഅത്തുകൾ അവിടെ വരുന്നുണ്ട്, നമുക്കറിയാലോ. രണ്ട് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓതുന്ന സ്ഥലത്ത് നോക്കിയാൽ അറിയാം, 3 കുത്തുണ്ടാവും. ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ, ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ എന്നുള്ളത് രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അള്ളാഹുവിനോട് എല്ലാ ദിവസവും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് ഹുദയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ പാത ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ. വക്രതയില്ലാത്ത, വളവില്ലാത്ത, ഏറ്റവും നല്ല പര്യവസാനത്തിലേക്ക് എത്തിക്കുന്ന പാതയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ ഹുദ നൽകുന്നവൻ അള്ളാഹുവാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്മാർക്ക് ഒറ്റയ്ക്ക് ചിന്തിച്ച് ഒരു വഴി കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. മനുഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ തന്നെയും എല്ലാ മേഖലകളിലും നന്മ കൊണ്ടുവരുന്ന, സമാധാനം ഉണ്ടാക്കുന്ന, ഗുണങ്ങളുണ്ടാക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കാൻ മനുഷ്യന്മാരെല്ലാവരും വിചാരിച്ചാലും കഴിയില്ല. മനുഷ്യന്മാരുണ്ടാക്കുന്ന ഇസങ്ങളൊക്കെ നമ്മൾ പറയൂലേ, മനുഷ്യന്മാരുണ്ടാക്കുന്ന മാർഗങ്ങൾക്ക്, ഇതിനൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു ഉദാഹരണം നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നൊരു കാര്യമാണ്. ലോകത്ത് ദാരിദ്ര്യം വർദ്ധിക്കാനുള്ളൊരു കാരണമായിട്ട് പലരും പറയുന്നത് എന്താ? ജനസംഖ്യ കൂടുന്നു എന്നുള്ളതാണ്. ചിലരൊക്കെ പറയാറുള്ളത് ജനസംഖ്യ കൂടുന്നത് ലോകത്തിലെ വിഭവങ്ങളുടെ കുറവുണ്ടാകും, അതുകൊണ്ട് തന്നെ അത് ദാരിദ്ര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പല രാജ്യങ്ങളിലും പുരോഗമന ആശയങ്ങളുടെ ഫലമായിട്ട് കുട്ടികളെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയൊരു വിഭാഗം രാജ്യങ്ങളും നേരിടുന്ന വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? പ്രായമായവർ കൂടി വരുന്നു എന്നുള്ളതാണ്. പ്രായമായവരുടെ മോശമല്ല, പ്രായമായി കഴിഞ്ഞാൽ അവരെ പരിചരിക്കാനുള്ള ചിലവ് കുറച്ചധികം എന്തായാലും കാണേണ്ടി വരും. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. എന്നാൽ ആ ഒരു അവസ്ഥയിലേക്ക് അവരെ പരിചരിക്കാൻ പറ്റുന്ന തരത്തിൽ വരുമാനമുള്ള ആളുകൾ കുറയുകയും ചെയ്യുന്നതല്ല. 15% പലയിടങ്ങളിലും പ്രായമായവരുടെ എണ്ണം വരുന്നത്. ഇത്രയും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുമ്പ് കാലഘട്ടങ്ങളിൽ കുട്ടികളുടെ കുറവ് പിന്നീട് വലിയ ബുദ്ധിമുട്ടായി മാറി. ഇപ്പോൾ ചൈനയെക്കുറിച്ച് നമ്മൾ പറയാറില്ലേ, ഒറ്റക്കുട്ടി നയമുള്ളൊരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു. പിന്നീടാണ് 2 കുട്ടികളുണ്ടാകാം എന്നുള്ളൊരവസ്ഥയിലേക്ക് അവരെത്തിയത്. പക്ഷെ അതും അവർക്ക് പര്യാപ്തമല്ല എന്നുള്ളത് കൊണ്ടാണ് അവർ നിയമമാക്കിയിട്ടില്ലെങ്കിലും അതിലധികമാകാം എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പം അത് പറഞ്ഞത് എന്താണെന്നറിയോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കി കൊണ്ടുവരുന്ന നിയമങ്ങൾ, അതിന് വരും വരായികകളിൽ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് കാലം കഴിയും. ആ കാലം കഴിയുന്ന സമയത്ത് അതിനെ തിരുത്താൻ കഴിയില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭാവി അറിയില്ല. അവിടെ ഏത് രീതിയിലാണ് മനുഷ്യൻ സഞ്ചരിക്കേണ്ടത്, മനുഷ്യനെക്കുറിച്ചുള്ള അവൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ്, ഒരു നിയമം വെച്ച് കഴിഞ്ഞാൽ അവനെങ്ങനെയാണ് പ്രവർത്തിക്കുക, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട നിയമം വെക്കാൻ, ഉണ്ടാക്കുവാൻ, ശറഅ ഉണ്ടാക്കാൻ ഏറ്റവും അവകാശമുള്ളവരും അല്ലെങ്കിൽ അവകാശമുള്ളവൻ ആര് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആ റബ്ബിൽ നിന്നാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ സന്മാർഗം നൽകണമേ റബ്ബേ എന്ന് ചോദിക്കുന്നത്.
ആ സന്മാർഗം നമ്മൾ അള്ളാഹുവിനോട് പല സന്ദർഭങ്ങളിലായി ചോദിക്കുന്നത്. ഇതിൻ്റെ അവസാനം എവിടെയാണ്? ഈ സന്മാർഗത്തിൻ്റെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള ജീവികൾക്കും സന്മാർഗം നൽകുന്നുണ്ട്. സന്മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഗൈഡൻസ് നൽകുന്നുണ്ട്, എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷേ മറ്റുള്ള ജീവികളുടെ ഹുദയും നമ്മളുടെ ഹുദയും തമ്മിലുള്ള വ്യത്യാസം, മറ്റുള്ള ജീവികൾക്ക് അള്ളാഹു നൽകുന്ന ഹുദ എവിടെ മാത്രം മതി? ദുനിയാവിൽ മാത്രം മതി, ആഖിറത്തിൽ അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഹുദ എത്തിച്ചേരേണ്ടത് എവിടേക്കാണ്? ആഖിറത്തിലേക്കാണ്. ആ ആഖിറത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഗുണങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്കായിരിക്കണം അവൻ്റെ ആ ഹുദ എത്തിച്ചേരേണ്ടത്. അതുകൊണ്ടാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതിന് ശേഷം പറയുന്നത് എന്താ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സന്ദർഭത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം കൈകളിങ്ങനെ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഹദീസ്, ഒരു ഖുർആനിൻ്റെ ഒരു ആശയാണെന്ന് പറയുന്നുണ്ട്. മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. അപ്പോൾ വല്ലാത്തൊരു സമാധാനമാണ് നൽകുന്നത്. അങ്ങനെ അത് എവിടെയാണ് അവർക്കുള്ള ഗുണങ്ങൾ ഉണ്ടാകുക? പരലോകത്തിലാണ് ഉണ്ടാകുക. മാലിക് യൗമിദ്ദീൻ. ആ ഒരു സമയത്ത് പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിൽക്കുന്ന സമയത്ത് മറ്റൊരാൾക്കും സംസാരിക്കാനുള്ള സാധ്യതകളില്ലാത്ത, അനുവാദമില്ലാത്ത സന്ദർഭത്തിൽ അവിടെ സുഖങ്ങൾ ഉണ്ടാകുന്ന, പ്രയാസങ്ങളില്ലാത്ത, അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന വിഭാഗമാണ് വിശ്വാസികൾ എന്നുള്ളത്. അതുകൊണ്ടാണ് ആ ഹുദ അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഹുദ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്ത്? തഖ്വ ഉണ്ടാകുക എന്നുള്ളത്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. ഈ തഖ്വ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹുദയുടെ അവസാനം പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല പര്യവസാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. എന്താണ് തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മുമ്പൊക്കെ നമ്മൾ ചർച്ചയിൽ വന്നിട്ടുള്ള സംഗതിയാണ് തഖ്വയെക്കുറിച്ച് പറയാറുള്ളത്. ഒരുപാട് അർത്ഥങ്ങൾ അതിന് പറയുന്നുണ്ട്. അൽ വിഖായത ഹിഫ്ദ് ശൈഇ മിമ്മാ യുഅദീഹി വയദുറുഹു. ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന സംഗതികളിൽ നിന്നുള്ള ഒരു സൂക്ഷ്മത പാലിക്കലാണെന്ത്? തഖ്വ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ആ തഖ്വയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കലും നന്മകളെ സ്വീകരിക്കലുമാണ് തഖ്വ എന്ന് പറയുന്നുണ്ട്. നരകത്തെക്കുറിച്ചുള്ള അതിയായ ഭയവും സ്വർഗത്തെക്കുറിച്ചുള്ള അതിയായ ആഗ്രഹവുമാണ് തഖ്വ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഇത് നമ്മളുടെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെ തഖ്വയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ തഖ്വ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് നല്ലവണ്ണം ആലോചിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകേണ്ട കാര്യമാണ്. കാരണം എന്താ? ഒന്ന്, അള്ളാഹു പ്രവർത്തനങ്ങൾ സ്വീകരിക്കുക ആരിൽ നിന്നാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ചരിത്രം പറഞ്ഞിരുന്നുണ്ടല്ലോ. ആദം നബി അലൈഹി സ്വലാമിൻ്റെ 2 മക്കളുടെ ചരിത്രം പറഞ്ഞിരുന്നുണ്ട്. ആ 2 മക്കളുടെ ചരിത്രം പറഞ്ഞിരുന്നത് ഒന്ന് ഹാബീലാണ്, മറ്റൊന്ന് ഖാബീലാണ്. ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ ആദം നബി അലൈഹി സ്വലാം പറയുന്നൊരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ അള്ളാഹ്ക്ക് ഒരു ഖുർബാൻ കൊടുക്കും. ഖുർബാൻ എന്ന് പറഞ്ഞാൽ അടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഗതി, ഒരു ബലി പോലത്തെ ഒരു കാര്യം അള്ളാഹുവിന് കൊടുക്കുന്നത്. 2 പേരും അതെന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. ഒരാളുടെ ആ കാണിക്ക ആര് സ്വീകരിക്കുന്നുണ്ട്? അള്ളാഹ് സ്വീകരിക്കുന്നുണ്ട്. മറ്റാളുടേതോ അള്ളാഹു സ്വീകരിക്കുന്നില്ല. എന്താ കാരണം? അതിന് പറയുന്നുണ്ട് അള്ളാഹു തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ? സ്വീകരിക്കുകയുള്ളൂ. അപ്പം അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? തഖ്വ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട് നമസ്കരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ട് ആരാധനകൾ അർപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നോമ്പെടുക്കുന്നത്? അതിനൊക്കെ ഉള്ളൊരു മറുപടി നോമ്പിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ള എന്താ? ലഅല്ലക്കും തത്തഖൂൻ. അവിടെ വർദ്ധിക്കേണ്ടത് തഖ്വയാണ്. തഖ്വയുള്ള ആളുകളായി നിങ്ങൾ മാറുക എന്നുള്ളതാണ് അതിലൂടെ എത്തിച്ചേരേണ്ട ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മറ്റുള്ളതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തഖ്വയാണ്. പരിശുദ്ധ ഖുർആനിൽ കുറേ സ്ഥലങ്ങളിൽ ഈമാനുമായിട്ട് ബന്ധപ്പെടുത്തി എന്തിനെ പറയുന്നുണ്ട്? തഖ്വയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്നാണ് സൂറത്തുൽ ഹുജറാത്തിലെ 3-ാമത്തെ ആയത്ത്. ആ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൽബിനെ എന്തിനെ പാകപ്പെടുത്തി? തഖ്വക്ക് പരിശീലിപ്പിച്ചു. നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമ്മൾ ആദ്യം നന്നാക്കേണ്ട ഭാഗം ഏതാണ്? നമ്മളുടെ കൽബാണ്. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായി കഴിഞ്ഞാൽ ശരീരം ഒന്നടങ്കം നന്നായി, എന്നാൽ അത് കേടായി കഴിഞ്ഞാൽ ശരീരം ഒന്നടങ്കം കേടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് എന്ത്? തഖ്വ. അപ്പോൾ ഈമാൻ തഖ്വയായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ ഒരു കാര്യം തൗബയെ തഖ്വയായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ, ആ നാട്ടിലുള്ള ആളുകൾ വിശ്വസിക്കുകയും അവർ സൂക്ഷിക്കുകയും ചെയ്താൽ എന്ന് പറയുന്നിടത്ത് അതിനെ ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ഐതാബു, അവർ കഴിഞ്ഞു പോയ തെറ്റുകൾക്ക് എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. അപ്പോൾ തൗബ എന്തിൻ്റെ ഭാഗം? അള്ളാഹിനെ സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. എന്ത്? ഇപ്പം തെറ്റ് ആരാ തൗബ ചെയ്യാം? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ബോധമുള്ളൊരു മനുഷ്യൻ തൗബ ചെയ്യോ? ഇല്ല. എന്നാൽ എനിക്ക് ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, അത് അള്ളാഹു പുറത്തു തരണം എന്ന ആഗ്രഹമുള്ളൊരു മനുഷ്യനാണല്ലോ തൗബ ചെയ്യാം. അത് അയാളുടെ മനസ്സിലെ സൂക്ഷ്മതയുടെ ഭാഗമായിട്ടാണ്. നാളെ പരലോകത്തിൽ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പടച്ചവനെ അവിടെ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടരുത് എന്ന് ആഗ്രഹമുള്ള, അങ്ങനെ ചിന്തയുള്ള മനുഷ്യനാണ് തൗബ ചെയ്യാൻ തയ്യാറാകുക. ഇതെന്തിൻ്റെ ഭാഗം? ഇത് വിശ്വാസത്തിൻ്റെയും അതോട് കൂടെ നമ്മളിലേക്ക് ഉണ്ടാകേണ്ട തഖ്വയുടെയും ഭാഗമാണ്. ഇനി മൂന്നാമത്തെ ഒരു അർത്ഥം ഖുർആൻ പറയുന്നത് ത്വാഅത്താണ്. തഖ്വക്കുള്ള വേറൊരു അർത്ഥം പറയുന്നത് ത്വാഅത്താണ്. ത്വാഅത്ത് പറഞ്ഞാൽ അനുസരണം ഉണ്ടാകുക എന്നുള്ളത്. സൂറത്ത് നഹ്ലിലെ 2-ാമത്തെ ആയത്ത്, അൻ അൻദിറു അന്നഹു ലാ ഇലാഹ ഇല്ല അന ഫത്തഖൂൻ, നിങ്ങൾ ആരെ സൂക്ഷിക്കണം? എന്നെ സൂക്ഷിക്കണം. അവിടെ ആ ആയത്തുകളിലൊക്കെ അർത്ഥം പറയുന്നിടത്ത് ചിലർ പറയുന്നത് എന്താണ്? അത് അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറയുന്നു അൻ അൻദിറു. ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അവരെ നദീറാണ്. നദീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താക്കീത് നൽകുക എന്നുള്ളതാണ്. ആ താക്കീത് പറയാം, അന്നഹു ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല എന്ന് പറയലാണ്. ഫത്തഖൂൻ, എന്ത് വേണം? നിങ്ങൾ എന്നെ സൂക്ഷിക്കുകയും വേണം. അവിടെ പറയുന്നത് നിങ്ങൾ എന്നെ അനുസരിക്കുകയും വേണം. ഇനിയോ അഫ ഗൈറല്ലാഹി തത്തഖൂൻ, സൂറത്തു നഹ്ലിലെ 52-ാമത്തെ ആയത്ത്, നിങ്ങൾ എന്നെ കൂടാതെ വേറെയുള്ള ആളുകളൊക്കെയാണോ അനുസരിക്കുന്നത്, സൂക്ഷിക്കുന്നത്, അനുസരിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ തഖ്വ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ത്വാഅത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ത്വാഅത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണയായിട്ട് ബന്ധപ്പെട്ടതാണ്. അള്ളാഹു പറഞ്ഞൊരു കാര്യം ഒരു ഭാഗത്ത് നിൽക്കുക, എന്നാൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ വേറൊരു ഭാഗത്ത് നിൽക്കുക. നമ്മൾ ഏതിനാ സ്വീകരിക്കേണ്ടത്? തഖ്വയുള്ളൊരു മനുഷ്യൻ അവിടെ സ്വീകരിക്കേണ്ടത് ഏതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. ഇപ്പം നാട്ടു നടപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്, കുറവൊന്നുമില്ല. പക്ഷെ നാട്ടു നടപ്പുകൾ അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായി വിപരീതമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നാട്ടു നടപ്പ് സ്വീകരിക്കണോ അള്ളാഹിനെ സ്വീകരിക്കണം? നാട്ടുകാരെ അനുസരിക്കണോ അള്ളാഹിനെ അനുസരിക്കണോ? അവിടെ തഖ്വയുള്ള മനുഷ്യനെ ആരെയും അനുസരിക്കുക? അള്ളാഹിനെ അനുസരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഈ തഖ്വയെ ഇതുമായി ചേർത്തിക്കൊണ്ട് പറയുന്നത്. ഇനി വേറൊന്നാണ്, മറ്റൊരു അർത്ഥം ഖുർആനിൽ പറഞ്ഞിട്ടാണ് തർക്കുൽ മആസി, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. തർക്കുൽ മആസി, തെറ്റുകൾ ഒഴിവാക്കുക. അവിടെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ തഖ്വ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് തെറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നില്ലേ, പരലോകത്തിൽ അള്ളാഹുവിൻ്റെ തണൽ കിട്ടുന്ന വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു വിഭാഗം ഉണ്ടല്ലോ, ഏതാണ്? സുന്ദരിയായ കുലീനയായ ഒരു സ്ത്രീ. അവരോട് തെറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അവരിങ്ങോട്ട് സമീപിച്ചു കഴിഞ്ഞാൽ പോലും അവരെന്ത് ചെയ്യൂല? ആ തെറ്റിലേക്ക് പോകൂല. അതവിടെ ക്ലിയറായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് എന്തിൻ്റെ ഭാഗമാണ്? തഖ്വയുടെ ഭാഗമാണ്. തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് സമഗ്രമായി വലിയ രീതിയിൽ തന്നെ നമ്മൾ ആലോചിക്കേണ്ട,
പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഉണ്ടാകേണ്ട കാര്യമാണ് ഈ പറയുന്ന തഖ്വ എന്ന് പറയുന്നത്. വേറൊന്ന് തഖ്വയെ ഉപയോഗിച്ചിട്ടുള്ളത് ഇഖ്ലാസ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിഷ്കളങ്കത. അതിനെ പറയുന്നുണ്ട്, അടിമക്കും ഉടമക്കും ഇടയിലുള്ള സത്യസന്ധത. ഇതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അടിമ എന്ന് പറയുന്നത് മനുഷ്യന്മാരാണ്, ഉടമ എന്ന് പറയുന്നത് അള്ളാഹുവാണ്. ഞാനൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് പൂർണ്ണമായും ആർക്കാകുക? അള്ളാഹ്ക്കാകുക. എന്നാൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അത് പൂർണ്ണമായും അള്ളാഹുവിനാകാതെ ഞാൻ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കലർത്തുന്നുണ്ട് എങ്കിൽ അവിടെ എന്ത് വരുന്നില്ല? സത്യസന്ധത വരുന്നില്ല. ഉണ്ടോ? ഒരിക്കലും വരുന്നില്ലല്ലോ. ആ അടിമക്കും ഉടമക്കും ഇടയിൽ ആ സത്യസന്ധത വരാത്തത് കൊണ്ട് തന്നെ അതെന്തായി മാറും? ഇഖ്ലാസ് അല്ലാത്ത പ്രവർത്തനമായി മാറും. അതുകൊണ്ടാണ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, സൂറത്തുൽ ഹജ്ജിലെ 32-ാമത്തെ ആയത്ത്. അവിടെ പറയുന്നത് അത് തഖ്വയാണ്, അല്ല അത് ഇഖ്ലാസാണ്, ഇഖ്ലാസുൽ ഖുലൂബ്. അതിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് അത് ഇഖ്ലാസുൽ ഖുലൂബ്, അത് ഖൽബിൻ്റെ ഇഖ്ലാസാണ്. അപ്പോൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഒന്ന്, ഈമാനുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാകണം? തഖ്വ ഉണ്ടാകണം. ഈ തഖ്വയുടെ സ്ഥാനം എവിടെയാണ്? തഖ്വയുടെ സ്ഥാനം ഉണ്ടാകേണ്ടത് ഹൃദയത്തിലാണ്. ഇത് നമ്മളെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് എവിടേക്കാണ്? സ്വർഗത്തിലേക്കാണ്. ഇനിയോ ഇതിൻ്റെ അർത്ഥങ്ങൾ, ഇതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈമാൻ എന്നുള്ള അർത്ഥത്തിൽ തഖ്വ ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ തൗബ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ത്വാഅത്ത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, തർക്കുൽ മഅസിയ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം ഇഖ്ലാസ് എന്നുള്ള രൂപത്തിലും തഖ്വയെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 5 കാര്യങ്ങളും സമഗ്രമായി അടങ്ങിയിട്ടുള്ള ഒന്നാണ് തഖ്വ എന്ന് പറയുന്നത്. ഇനി ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഇമാം ഗസാലിയെ പോലെയുള്ള ആളുകളൊക്കെ 3 കാര്യങ്ങൾ തഖ്വക്ക് ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. 3 എണ്ണം. അതിൽ ഒന്ന് അൽ ഖശിയത്ത് വൽ ഹൈബത്ത്. ഖശിയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള പേടി ഉണ്ടാകുക, ഖൗഫ് ഉണ്ടായിരിക്കുക, ഭയം ഉണ്ടായിരിക്കുക. ഇത് തഖ്വ. ഈ ഖൗഫ് എപ്പോഴാണ് വരിക? ഒരാൾ നന്മ ചെയ്യുന്ന സമയത്ത് അള്ളാഹിനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പേടിക്കേണ്ട എപ്പോഴാണ്? ഒരു മനുഷ്യൻ തിന്മ ചെയ്യുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഭയപ്പെടണം, പേടിക്കേണ്ടതുണ്ട്. തിന്മ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ പേടിക്കേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ കാലങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള തിന്മകളെക്കുറിച്ച് ആലോചിച്ച് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. കാലങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള തിന്മകളെക്കുറിച്ച് ആലോചിച്ച് അള്ളാഹിൻ്റെ മുമ്പിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, കരയുന്നവരുണ്ട്. എന്നാലോ ചിലപ്പോൾ ചില തിന്മകൾ അങ്ങനെ തന്നെ മറന്നു കളയുന്ന ആളുകളുമുണ്ട്. ഇതിലേക്ക് നമ്മൾ പോകരുത് എന്നാണ്. മറിച്ച് നിരന്തരം നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടായിരിക്കണം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അവിടെ നിങ്ങൾ പേടിക്കണം എന്നാണ് പറയുന്നത്. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം. യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. അവിടെ എത്ര രീതിയിലുള്ള വിചാരണയുള്ളതില്ലേ നമുക്ക് പറയാറുണ്ടല്ലോ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. നമ്മുടെ കൈകളിൽ എന്ത് നൽകുന്നു? രേഖകൾ നൽകുന്നു. നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ രേഖകൾ നൽകുന്നു, ചോദിക്കുന്നു, മീസാൻ ഉണ്ടാക്കുന്നു. അതാണല്ലോ അമ്മാമൻ സഖലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാദിയ അമ്മാമൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. ഇത് പരലോകത്തിലെ വിചാരണയുടെ വല്ലാത്തൊരു സംഗതിയാണ്. പിന്നെയോ വേറൊരു കാര്യമാണ്, ചോദ്യം ഉണ്ടാകുകയാണ്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അന്നേ ദിവസം ഓരോ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ കൃത്യമായ ചോദ്യങ്ങൾ ഉണ്ടാകും. ഇതിനും നമ്മൾ എന്ത് ചെയ്യണം? മറുപടി പറയണം. തീർന്നോ? ഇങ്ങനെ മാത്രമൊന്നല്ല, വ്യത്യസ്ത രീതിയിലുള്ള വിചാരണകൾ പരലോകത്തിലുണ്ട്. എന്നാൽ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതിനെ പേടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെക്കുറിച്ചുള്ള കൃത്യമായ ഖശിയത്ത് റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കണമല്ലോ എന്നുള്ളൊരു പേടി നമ്മുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വിചാരണ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടും. മുസ്ലിം വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ സമൂഹത്തിൽ 70,000 ആളുകൾ വിചാരണ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാരാണെന്ന്. ആ ആളുകൾ ആരൊക്കെയാണെന്ന് നബിയോട് ചോദിക്കുന്ന സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു മറുപടി ഉണ്ടല്ലോ, ലാ യക്തവൂൻ വലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ അന്ധവിശ്വാസങ്ങളിലേക്കൊന്നും പോകാതെ അള്ളാഹുവിൽ തവക്കുൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കുന്ന. ഒരു നൂലിൽ അവരവരുടെ തവക്കുലുണ്ടാവില്ല.
അല്ലെങ്കിൽ പുറമെ കാണുന്ന ഏതെങ്കിലും ഒരു വസ്തുവിൽ അവർ തവക്കുൽ ചെയ്യൂല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു രാവിലെ കണി കണ്ടിറങ്ങുന്ന ഒരാൾ അങ്ങനെ ഉണ്ടാവില്ലേ? കണി കണ്ടിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ഈ സാധനം കണ്ടാൽ നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അയാൾ തവക്കുൽ അർപ്പിക്കുന്നത് ഏതിലാണ്? ആ സാധനത്തിലാണ്. കാരണം എന്താ? ഇതിനെ കണ്ടു കഴിഞ്ഞാൽ അതാണ് നല്ലത് എന്ന് അയാൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ സാധനമാണ് കണ്ടിട്ടുള്ളത് എങ്കിൽ അത് വലിയ പ്രയാസമാണെന്ന് അയാൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒന്നല്ലാതെ അള്ളാഹുവിനെ കൃത്യമായ രീതിയിൽ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് പോകുന്നൊരു മനുഷ്യൻ, അയാളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നൊരു മനുഷ്യൻ, അയാളെ സംബന്ധിച്ചിടത്തോളം അലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അള്ളാഹുവിൽ തവക്കലർപ്പിക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ കൃത്യമായ ചിന്തയുണ്ടാകേണ്ടത്, നമ്മൾ പരലോകത്തിലെത്തുന്ന സമയത്ത് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്നുള്ളത് തന്നെയാണ്. അള്ളാഹു തവക്കുൽ അർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന എന്താ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. കയറുമ്പോഴോ ബിസ്മില്ലാഹി ഖറജ്ന, അല്ലേ? ബിസ്മില്ലാഹി വലജ്ന, ബിസ്മില്ലാഹി വലജ്ന, ബിസ്മില്ലാഹി ഖറജ്ന, അലാ റബ്ബിന തവക്കൽന. അള്ളാഹിനോട് പറയുന്ന പ്രാർത്ഥനയാണ്. വീട്ടിൽ നിന്ന് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും തവക്കൽ പറയുന്നുണ്ട്, വീട്ടിലേക്ക് കയറുമ്പോഴും തവക്കൽ പറയുന്നുണ്ട്. ഈ രണ്ടവസ്ഥ ഇല്ലാതെ വേറെ ഏതവസ്ഥ മനുഷ്യനുള്ളത്? ഒന്ന് വീട്ടിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറത്ത്. ഈ രണ്ടവസ്ഥയല്ലേ ഉണ്ടാവും വീടുമായിട്ട് ബന്ധപ്പെടുത്തി. ഈ രണ്ട് സന്ദർഭത്തിലും ഒരു മനുഷ്യൻ അള്ളാഹിനെ തവക്കുൽ അർപ്പിക്കുന്നുണ്ടോ? ഇല്ലേ? ഉണ്ട്, അല്ലേ? ആ തവക്കുലിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും തെറ്റ് ചെയ്യാൻ പറ്റൂല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും തെറ്റ് ചെയ്യാൻ പറ്റൂല. അവിടെ അയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അള്ളാഹുവിൽ കൃത്യമായ തവക്കുൽ അർപ്പിച്ച മനുഷ്യനാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്തുണ്ടാകുന്നില്ല? പിന്നീട് അയാൾ തെറ്റിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നത്. അയാൾ തെറ്റിലേക്ക് പോകൂല, അയാൾ ശിർക്കിലേക്ക് പോകൂല, ഒരു പ്രയാസത്തിലേക്ക് അയാൾ പോകൂല. അതുകൊണ്ടാണ് ഇനി ആരിലാ തവക്കുൽ അർപ്പിക്കുന്നത്? തവക്കുൽ അർപ്പിക്കപ്പെടേണ്ട ആളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? 4 ഗുണങ്ങൾ ഉണ്ടാകണം. 3-4 ഗുണങ്ങൾ ഉണ്ടാകണം. ഒന്ന്, ഹഫീളായിരിക്കണം. ഹഫീൾ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കാൻ കഴിയുന്നവനായിരിക്കണം. എൻ്റെ കയ്യിൽ ഒരു 5000 ഉറുപ്പ്യ ഉണ്ട്, ഞാൻ എൻ്റെ കയ്യിൽ വെച്ചാൽ അത് മോശമായി പോകുമെന്ന് വിചാരിച്ചാൽ, പെട്ടെന്ന് ചിലവായി പോകുമെന്ന് വിചാരിച്ചാൽ ഞാൻ വേറൊരാളെ ഏൽപ്പിക്കുകയാണ്. ഞാൻ അത് ആരെ ഏൽപ്പിക്കുക? നമ്മൾ പറയുന്ന പോലെ എന്നെക്കാളും ഓട്ടക്കയ്യനായ ഒരാളെ ഞാനത് ഏൽപ്പിക്കുമോ? ഇല്ലല്ലോ. കാരണം എന്താണ്? അയാൾക്ക് സൂക്ഷിക്കാൻ പറ്റണം. അതാണ് ഹഫീളായിരിക്കണം. രണ്ടാമത് കഫീലായിരിക്കണം. കഫീൽ എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുന്നവനായിരിക്കണം. അത് അവനക്കതൊക്കെ ശരി, ഇങ്ങനത്തെ കഴിവൊക്കെ ഉണ്ടോ, പക്ഷെ അവനതെന്ത് ചെയ്യില്ല, ഏറ്റെടുക്കില്ല. ഞാൻ അതോടെ വെച്ച് പോരേണ്ടി വരും, അതുണ്ടാവാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ഹഫീളായിരിക്കണം, വേറൊന്ന് കഫീലായിരിക്കണം. മൂന്നാമത്തത് മുഖ്തസിത്തായിരിക്കണം, നീതിമാനായിരിക്കണം. ഞാൻ ഏൽപ്പിച്ചു, ശരി, തിരിച്ചു തരുന്ന സമയത്ത് നീതിപൂർവ്വം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, കൈകാര്യം ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ആളെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തവക്കുൽ അർപ്പിക്കേണ്ടത്. അതാര് മാത്രമേ ഉള്ളൂ? അള്ളാഹ് മാത്രമേ ഉള്ളൂ. അള്ളാഹ്ക്ക് ചെറുതും വലുതും സൂക്ഷിക്കാൻ പ്രയാസമില്ല. ഉണ്ടോ? ആയത്തുൽ കുർസിയുടെ ഭാഗങ്ങളിലേക്ക് പോകുന്നു. വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അദീം വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്. അള്ളാഹുവിൻ്റെ സിംഹാസനം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അർശ് എന്ന് പറയുന്നതല്ലേ, അള്ളാഹുവിൻ്റെ അർശ് എന്ത് ചെയ്യാണ്? വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്. ആകാശഭൂമികളെക്കാൾ വിശാലമാണ് അള്ളാഹുവിൻ്റെ അർശ്. ആ അർശിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് സൂക്ഷിക്കാൻ അള്ളാഹ്ക്ക് എന്തില്ല, പ്രയാസമില്ല. ചെറിയ വസ്തുവിനെ സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നില്ല, ഒരു കടുകുമണി, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, അതെവിടെയാണെങ്കിലും അതൊരു പാറയുടെ ഔ തകുൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയിൽ എവിടെയാണെങ്കിലും യഅതി ബിഹ അല്ലാഹ്, അള്ളാഹു അതിനെന്ത് ചെയ്യും, കൊണ്ടുവരും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെറിയൊരു കാര്യം സൂക്ഷിക്കാനും വലിയൊരു കാര്യം സൂക്ഷിക്കാനും അള്ളാഹ്ക്ക് എന്തില്ല, യാതൊരു തരത്തിലുള്ള പ്രയാസമില്ല, അതിനെ സംരക്ഷിക്കാനൊരു പ്രയാസമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്, ഈ ഖശിയത്ത്, പരലോക വിചാരണയിലെ ഖശിയത്തുള്ളൊരു മനുഷ്യൻ, അയാൾ ദുനിയാവിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും പരലോകത്തെ ഭയപ്പെടുകയും
നാളെ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കണം എന്നുള്ള ബോധം ഉണ്ടാവുകയും ആ ബോധത്തോട് കൂടിയിട്ട് അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇമാം ഗസാലി പറയുന്ന ഒന്നാമത്തെ ഭാഗം. എന്തുണ്ടായിരിക്കണം? ഖശിയത്ത് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ത്വാഅത്ത് വൽ ഇബാദ, അള്ളാഹുവിനെ അനുസരിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, ബാക്കി ഹഖ്ക തുഖാത്തി, എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്നതായിരിക്കുമല്ലോ അല്ലേ? ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാത്തി, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കണം, ഇബാദത്തുകൾ അർപ്പിക്കണം എന്നാണ്. അള്ളാഹിനെ സൂക്ഷിക്കണം എന്നുണ്ട് വീട്ടിൽ ഇബാദത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? അയാളെ ഇബാദത്തുകൾ അർപ്പിക്കേണ്ട ആവശ്യമില്ലേ? അതാണ് ആ രീതിയിൽ പറയുന്നത്. പിന്നെ അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അയ്യുത്വാഅ വലാ യഅസി, നിങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും അള്ളാഹുവിനെ അനുസരിക്കുക, വലാ യഅസി, ഒരിക്കലും എന്ത് ചെയ്യരുത്? അനുസരണക്കേട് കാണിക്കരുത്. മൂന്നാമത്തെ ഒരു ഘടകമാണ് തർബിയത്തുൽ ഖൽബി ദുനൂബ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുക? തെറ്റിനെക്കുറിച്ചൊരു മോശം ചിന്ത ഉണ്ടായിരിക്കുക. നമ്മളെപ്പോഴും കേൾക്കുന്നൊരു ഹദീസില്ലേ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറുഹു ബിയദിഹി, നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യട്ടെ? അയാളുടെ കൈ കൊണ്ട് അതിനെ തടയട്ടെ. കഴിയൂലേ? നാവുകൊണ്ട് തടയട്ടെ. കഴിയൂലേ? മനസ്സുകൊണ്ട് വെറുക്കട്ടെ. എന്നിട്ട് പറഞ്ഞു ദാലിക അദ്വാഫുൽ ഈമാൻ, അത് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ കാര്യങ്ങളിൽ ഒന്നാന്ന് പറഞ്ഞു. ഇനി ഒരു തെറ്റിനെ എതിർക്കുന്നില്ല, അതല്ലെങ്കിൽ നാവുകൊണ്ട് തടയുന്നില്ല, മനസ്സുകൊണ്ട് വെറുക്കുന്നുമില്ല, അയാളുടെ മനസ്സ് തെറ്റിനോട് സമരസപ്പെട്ടോ ഇല്ല, അയാളുടെ മനസ്സിൽ തഖ്വ ഇല്ല. ചില തെറ്റുകളോട് നമുക്ക് തഖ്വ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട. അപ്പോൾ അതാണ് നമ്മളുടെ ഖൽബ് ഈ രീതിയിലായിരിക്കണം. വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖി ഫഉലൈക ഹുമുൽ ഫായിസൂൻ. അവരെക്കുറിച്ച് ഖുർആൻ പറയുന്നത് സൂറത്തുൽ നൂറിലെ 52-ാമത്തെ ആയത്ത്. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുകയും വയഖ്ശല്ലാഹ, അള്ളാഹുവിനെ ഭയപ്പെടുകയും വയത്തഖി, അവനെ സൂക്ഷിക്കുകയും ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളാണ് വിജയികളായ ആളുകൾ. ആ വിജയം ഏതാ? ഖുർആൻ വേറെ സ്ഥലത്ത് വിജയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഉലൈക ഹുമുൽ ഫായിസൂൻ എന്ന് പറയുന്നുണ്ട്. അതാരാണ്? അല്ല, ഫഖദ് ഫാസ് എന്ന് പറയുന്നുണ്ട്. അതാരാണ്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൂന ഉജൂറക്കും യൗമൽ ഖിയാമ വമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടോ, ഫഖദ് ഫാസ്, അവരെന്ത് ചെയ്തു? വിജയിച്ചു. ആ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിച്ചേരും. എന്നിട്ട് ഖുർആൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അതിൻ്റെ തടസ്സം എന്താണ്? ദുനിയാവാണ്. ഈ തഖ്വയിൽ നിന്ന്, അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയായിരിക്കുന്നു, ഈ തഖ്വയിൽ നിന്ന് നമ്മളെ തടയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നമ്മളുടെ ദേഹേച്ഛയാണ്. ദേഹേച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ തഖ്വയിൽ നിന്ന് തടയും. അതുകൊണ്ടാണ് ഹവയെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം എന്ന് പറയുന്നത്. നിങ്ങളൊരിക്കലും ഹവയുടെ വയ്യാലെ പോകരുത് എന്ന് പറയുന്നത്. ഖുർആൻ പറയുന്നുണ്ട്, ഇത്തബഅ ഇലാഹഹു ഹവാഹു, അവരവരുടെ ഇലാഹായി സ്വീകരിച്ചിരിക്കുന്നത് എന്തിനെയാണ്? അവരുടെ ദേഹേച്ഛകളെയാണ്. അള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സ് വേറൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ഏതിനാ സ്വീകരിക്കേണ്ടത്? എൻ്റെ മനസ്സിനെ സ്വീകരിക്കണോ അള്ളാഹിനെ സ്വീകരിക്കണോ? അവിടെയാണ് അള്ളാഹിനേക്കാൾ അപ്പുറത്തോട്ട് എൻ്റെ മനസ്സിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ ഇത്തബഅ ഇലാഹഹു ഹവാഹു, ഞാൻ അവരുടെ ഹവയെ അവരെന്തായി? ഇലാഹായി സ്വീകരിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ദുനിയാവാണെന്നുള്ളതാണ്. നമ്മളുടെ എല്ലാ തടസ്സങ്ങളും, പരലോകത്തിലെത്താനുള്ള എല്ലാ തടസ്സങ്ങളും എന്താണ്? ദുനിയാവായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. പരലോകത്തിലേക്ക് വിജയം ഉണ്ടാക്കാനുള്ള എല്ലാ തടസ്സങ്ങളും ദുനിയാവായിട്ട് ബന്ധപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞുള്ള കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നുള്ള ആ ആയത്ത് അവസാനിക്കുന്നത് ഏതാണ്? വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മത്താഉൽ ഖുറൂർ. ദുനിയാവ് എന്ന് പറയുന്നത് വഞ്ചിച്ച് കളയുന്ന വിഭവമല്ലാതെ മറ്റൊന്നല്ല. ഒരു മനുഷ്യന് ദുനിയാവിൽ ഇതൊക്കെയാണ് നല്ലതെന്ന് വിചാരിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്ന മനുഷ്യൻ എപ്പോഴാണ് തിരിച്ചറിയുക അതൊക്കെ മോശമായിരുന്നു, ചീത്തയിരുന്നു എന്നുള്ളത്? മരിക്കുന്നേരം തിരിച്ചറിയുക ചിലപ്പോൾ. എന്നിട്ടോ അപ്പോഴാ മനുഷ്യൻ പറയും, റബ്ബിൽ ഔലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, കുറച്ചേരം കുറച്ചേരം കൂടിയൊക്കെ ഒന്ന് നീട്ടിത്തന്നാൽ കുറച്ച് കാര്യം കൂടിയൊക്കെ ചെയ്യായിരുന്നു എന്നവർ പറയുന്നത്.
അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ തിരിച്ചറിയേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ സമീപിക്കുകയും ഏറ്റവും തഖ്വയുള്ള ആളുകളായി നമ്മൾ മാറുകയും അതിനെ പഠിക്കേണ്ട രീതിയിൽ പഠിച്ച് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയുള്ളവരായി ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോവുകയും അവസാനം അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ഏറ്റവും വലിയ വിജയം ലഭിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.